ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ വന്നിട്ട് നിന്ന് തൊഴുകയാണ്. തൊഴുത് കഴിഞ്ഞതിന് ശേഷം വേദ ബാക്കിലേക്ക് മാറുകയാണ്. അപ്പോൾ ശാന്തി പൂജാരി പറയുന്നുണ്ട് ചിരാതൊക്കെ കത്തിക്കാൻ പറയുകയാണ്. അങ്ങനെ വിക്രം അത് കത്തിക്കാനായിട്ട് പോകുന്ന സമയത്ത് വേദയും കൂടിയിട്ട് വിക്രമിൻ്റെ പിന്നിൽ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ചിരാത് കത്തിക്കുന്നുണ്ട്. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദന തന്നെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ വേദയ്ക്ക് മനസ്സിലാവാണ്. അപ്പോൾ വേദന നോക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഒരാൾ ആദ്യം നോക്കുമ്പോൾ മറ്റാൾ നോക്കും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രണയമുണ്ട്, ഒരു വേദനയുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത്. പിന്നെ കാണിക്കുന്നത് കെട്ടുനിറയെ ആയിട്ടുള്ള കുറേ ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ കുറേ നേരം കാണിക്കുന്നത്. മാഷ്ടെ കാല് തൊട്ട് വന്ദിക്കുന്നതും അതുപോലെ കമലാമ്മ വന്നിട്ട് കമലാമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കുന്നതും കമലാമ്മ അനുഗ്രഹിക്കുന്നതും അതുപോലെ ലാസ്റ്റ് വേദ വരികയാണ് കേട്ടോ. വേദ വരുമ്പോഴും വിക്രമിനെ വേദനെ സ്നേഹത്തോടുകൂടി തന്നെയായിട്ട് നോക്കുന്നത്. വേദന മുഖത്ത് നോക്കിയിട്ടൊന്ന് ചിരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേങ്കിലും വേദ സങ്കടത്തോടു കൂടി തന്നെ മൗനമായിട്ട് തന്നെ നിന്നിട്ട് വിക്രമിൻ്റെ കാല് തൊട്ടൊക്കെ തൊഴുന്നുണ്ട്. അപ്പോൾ വിക്രമിനെ വേദന പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നീട് നമ്മുടെ ശ്രീജേടത്തിയും അതുപോലെ നന്ദിനിയൊക്കെ വരുന്നുണ്ട്. അതുപോലെ വിനായകൻ അവരുടെയൊക്കെ കാല് തൊട്ട് വന്ദിച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് കുറേ ഭാഗങ്ങളിൽ കുറച്ച് സമയം ഒരു 10-14 മിനിറ്റോളം അത് തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ വേദ വിക്രമിനെ യാത്ര അയക്കുകയാണ്. അങ്ങനെ വിക്രമും ജോസഫും രാജേട്ടനൊക്കെ കൂടിയിട്ട് പോവുകയാണ്. അങ്ങനെ കൊച്ച് മാറി നിന്നിട്ട് ഒരയ്യപ്പൻ്റെ പാട്ടൊക്കെ പാടുന്നുണ്ട്. പിന്നെ വേദ ഇങ്ങനെ കണ്ണീരോട് കൂടിയിട്ട് അയ്യപ്പനെ നോക്കി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നമ്മുടെ വിക്രം മലയ്ക്ക് പോകുന്നതായിട്ട് വണ്ടിയിൽ വെച്ചിട്ട് ചരണം വിളിക്കുന്നത്, അതുപോലെ തന്നെ മലയിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ടുള്ള കുറേ ചടങ്ങുകളും കാര്യങ്ങളും പേട്ടത്തുള്ളൽ അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതേ സമയം വേദയാണെന്നുണ്ടെങ്കിൽ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ചെന്നിരുന്നിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ കരയാണ്. പിന്നെ നമ്മളെ വിക്രം വേറെ വേറെ സ്ഥലങ്ങളിൽ വേറെ അമ്പലങ്ങളിലൊക്കെ പോകുന്നത് കാണിക്കുന്നുണ്ട്. വേദയെ അതുപോലെ തന്നെ വിക്രം അമ്പലത്തിൽ അവിടെ അയ്യപ്പനെ കാണുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകുന്ന അതേ സമയത്ത് തന്നെ വേദയും വീട്ടിലിരുന്ന് ഇങ്ങനെ കരയുന്നതായിട്ടൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് പിറ്റേ ദിവസം രാവിലെ തന്നെ അച്ഛമ്മ പോകാനായിട്ട് ഒരുങ്ങി വരികയാണ്. അപ്പോൾ കമലാമ്മ ചോദിക്കുന്നുണ്ട്, അമ്മ ഇന്ന് തന്നെ പോകണമെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ആ പെൺകുട്ടിക്ക് ഇന്ന് തന്നെ പോകണം, അപ്പോൾ അവളെ അടുത്തേക്ക് എനിക്ക് പോകണം എന്ന് പറയാൻ കേട്ടോ. അമ്മേ ഇപ്പം എന്തായാലും വിക്രം വന്നിട്ട് പോയാൽ പോരെ, ഞാൻ അങ്ങനെയാണ് കരുതിയത്, പക്ഷേ എനിക്ക് പോകണം. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അച്ഛമ്മ ആ കുട്ടിനോട് താക്കോൽ അവിടെ വെച്ചിട്ട് പൊക്കോളാൻ പറയും, അച്ഛൻ എന്തായാലും ഒന്നും പോകണ്ടെന്ന് പറയും കേട്ടോ. അന്നേരം കുറച്ച് പൈസ അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊടുക്കണ്ടേ. അപ്പോൾ നന്ദിനി വന്നിട്ട് പറയണം, അതെ അത് ഫോണിലൂടെ അയച്ചു കൊടുത്താൽ പോരെ. അപ്പം നിനക്ക് ഞാനിവിടെ നിൽക്കണം എന്നാണോ? ഞാൻ എന്ത് പറഞ്ഞിട്ട് നെഗറ്റീവാണെന്നല്ലേ നിങ്ങൾ പറയുള്ളൂ എന്നൊക്കെ പറയും. അങ്ങനെ വേദ വരികയാണ് കേട്ടോ. വേദന ചോദിക്കുകയാണ് കേട്ടോ അച്ഛമ്മ. വേദ എവിടെയും ചോദിക്കുമ്പോഴേക്കും വേദ അങ്ങനെ പിഴ്സൊക്കെ പിടിച്ച് വരികയാണ്. ആഹാ, മോളും പോകാൻ റെഡിയായി വന്നോ എന്ന് ചോദിക്കുകയാണ്. അച്ഛമ്മ വണ്ടി പറഞ്ഞിട്ടുണ്ട്, അപ്പം നമുക്ക് ഒരുമിച്ച് പോകാം, മോളെ ഓഫീസിൽ അച്ഛമ്മ ആക്കി തരാമെന്ന് പറയും. വേണ്ട അച്ഛമ്മ, അച്ഛമ്മ പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് അച്ഛമ്മേനോട് പറയുകയാണ്. അപ്പോൾ അച്ഛമ്മ ചോദിക്കുകയാണ്, മോളെ ഞാൻ കുറച്ച് ദിവസമായി ഒരു കാര്യം ചോദിക്കണം, വന്നപ്പോൾ തുടങ്ങി ചോദിക്കണം എന്ന് വിചാരിക്കുകയാണ്, പിന്നെ മലയ്ക്ക് പോകുന്നതിൻ്റെ ആ ഒരു സമയത്ത് ചോദിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. മോൾക്ക് എന്തോ വിഷമമുള്ള പോലെ ഉണ്ടല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ നന്ദിനി പറയും, ഉണ്ട് അച്ഛമ്മേ, ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും തോന്നിയ സംശയമാണ്, വേദയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അച്ഛമ്മ ചോദിക്കുകയാണ്, എന്താണ് മോളെ, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല അച്ഛമ്മേ, എനിക്കെന്ത് പ്രശ്നം, എനിക്കൊന്നും പ്രശ്നമില്ല, അത് അച്ഛമ്മയ്ക്ക് മനസ്സിലാവും മോളെ. എന്തായാലും എന്നോട് ഇതുവരെ തുറന്നു പറയാത്ത എന്തോ ഒരു പ്രശ്നം ഈ മോളുടെ മനസ്സിലുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അന്നേരം നന്ദിനി പറയുന്നുണ്ട്, അച്ഛമ്മ പറഞ്ഞ സത്യമാണോ അച്ഛമ്മേ, വേദയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, ഇവിടെ ആരും ഇത് തുറന്നു പറയുന്നില്ല എന്നുള്ളൂ, ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ വർത്താനം പറയാനുണ്ടാവുള്ളൂ, ഇവിടെ വേറെ ആരും ഒന്നും തുറന്നു പറയൂല എന്നൊക്കെ പറയുകയാണതേ. അത് ശ്രീജേടത്തിക്കും അറിയാം വേദയ്ക്ക് എന്തോ വിഷമമുണ്ടെന്നുള്ളത്. അല്ലേ ശ്രീജേടത്തിയും ചോദിക്കും, ശ്രീജയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. ശ്രീജ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്, കമലാമ്മയാണെന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് മോളെ, മോളുടെ മനസ്സിൽ എന്താണ്, ഈ മോളും വിക്രമും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങളുടെ ഭാഷയിൽ എന്തോ പറയലോ, കെമിസ്ട്രിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒന്നുമില്ല അച്ഛമ്മേ, എന്ത് പ്രശ്നം എന്ന് ചോദിക്കുകയാണേ. എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്, എന്തായാലും വിക്രം വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് വീട്ടിലേക്കൊന്ന് വായോ, അവിടെ കുറച്ച് ദിവസം നിൽക്കാം എന്നൊക്കെ അച്ഛമ്മ പറയുകയാണേ. അന്നേരം വേറെ ഇങ്ങനെ തലാട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ വേദന മനസ്സിൽ മാത്രമല്ല എല്ലാവരുടെ മനസ്സിലും എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്,
സാധാരണ കമല എന്നോട് ഇവിടെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ പറയാറുള്ളതാണ്. പക്ഷെ അത് പറഞ്ഞിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ എന്നോട് പറയാനുള്ള സമയമായിട്ടുണ്ടാവില്ലായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ കമലാമ്മ വന്നിട്ട് പറഞ്ഞു, അയ്യോ അമ്മേ അങ്ങനെയൊന്നുമില്ല, മാഷ്ക്ക് വയ്യാത്ത കാരണം എല്ലാവർക്കും മൊത്തത്തിലൊരു വിഷമമുണ്ട് എന്ന് പറയൂട്ടോ. അവൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ പനിയും തലവേദനയൊക്കെ വരുന്നത് എന്ന് പറയൂട്ടോ. അതെന്താ കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നന്ദിനി ചാടി, അതെ അത് സുചീന്ദ്രത്ത് വെച്ചിട്ടില്ലേ എന്ന് പറയുമ്പോഴേക്കും സുചിതത്ത് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായിന്ന് പറയും. അപ്പോൾ എല്ലാവരും ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ. അപ്പോൾ ശ്രീജ വന്നിട്ട് നന്ദിൻ്റെ കാലുമൊരു ഒറ്റ ചവിട്ട് കേട്ടോ. എന്നിട്ട് പറയും, മിണ്ടരുത് നീ എന്ന് പറയും കേട്ടോ. അതെ ഒരു പ്രശ്നം ഉണ്ടായി അച്ഛമ്മയെന്ന് പറഞ്ഞിട്ട് അത് കാര്യമാക്കാണ്ട് വീണ്ടും നന്ദിനി പറഞ്ഞു തുടങ്ങാണേ. അന്നേരം ശ്രീജ പറയുന്നുണ്ട്, അതെ വിനായകൻ കുറച്ച് കള്ളത്തരങ്ങൾ കാണിച്ചമ്മേ അച്ഛമ്മേ, അതെ അച്ഛൻ കണ്ടുപിടിച്ച് അതാണ് പ്രശ്നം ഉണ്ടായെന്ന് പറയും കേട്ടോ. അപ്പോൾ നന്ദിനി ശ്രീജ അടുത്തി വിളിക്കും കേട്ടോ. എന്താ നീ മര്യാദയ്ക്ക് നിന്നോളാം, വായ അടിച്ച് നിന്നോളാം, നിന്നോട് അമ്മ പറഞ്ഞതല്ലേ അച്ഛമ്മനോടൊന്നും പറയരുതെന്ന്, നീ അച്ഛമ്മനോടൊക്കെ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇവ കാര്യങ്ങളും പറയുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നന്ദിനിക്ക് ആകെ പേടിയാവണം കേട്ടോ. നന്ദിനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണേ. അപ്പോൾ അച്ഛമ്മ ചോദിക്കുക, എന്താ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് നോക്കുകയാണേ. അതല്ല, അത് പിന്നെ നീ പറഞ്ഞ പ്രശ്നം അതാണോ? എന്ത് കള്ളത്തരാണ് വിനായകൻ കാണിച്ചത്? കാശിൻ്റെ എന്തെങ്കിലും തിരിമറിയായിരിക്കും, അതവന് പൊതുവെ ഉള്ളതാണല്ലോ. നീ പറഞ്ഞ പ്രശ്നം അതാണോ എന്ന് ചോദിക്കുകയാണ് നന്ദിനി. അത് പിന്നെ അച്ഛമ്മ എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ ശ്രീജനെ നോക്കുകയാണ്. ശ്രീജ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെ അത് അച്ഛൻ വിക്രമിന് വേണ്ടി ഒരു ശയന പ്രദക്ഷിണം നടത്തി, അതിൻ്റെ ഒരു വയ്യായിയാണ് അച്ഛന് എന്ന് പറയട്ടോ. ഓ അതാണോ? അതൊരു നല്ല കാര്യമല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ എന്നാലും വിനായക നീ എന്ത് കള്ളത്തരടാ കാണിച്ചത് എന്ന് ചോദിക്കട്ടോ സുചീന്ദ്രത്ത് വെച്ചിട്ട്. ഞാൻ എന്ത് കള്ളത്തരം? നീ അങ്ങനെയൊക്കെ കാണിക്കും, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാനേ. അങ്ങനെ അതിന് ശേഷം വേദനോട് പറയാണ്, എന്തായാലും മോളെ വിക്രം വന്നതിന് ശേഷം മോള് ഞങ്ങളെ വീട്ടിലേക്ക് വരണം, അവിടെ 2 ദിവസം നിൽക്കാമെന്നൊക്കെ പറയും. ശരി അച്ഛമ്മ ഞങ്ങൾ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് വേദ കുറച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മനെ. അപ്പോഴേക്കും വിഷയം വരാണ്ടത്, അച്ഛമ്മ വണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയട്ടോ. അതെനിക്ക് പോകാനുള്ള വണ്ടിയാണ്, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛമ്മ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങാണേ. അപ്പോൾ മാഷ് പറമ്പിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് അച്ഛമ്മ ഇറങ്ങുന്ന ആ സമയത്ത് തന്നെ മാഷ് വരികയാണ് കേട്ടോ. അപ്പോൾ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ വേദന കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയും ബാക്കിയുള്ളവരോടൊക്കെ യാത്ര പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും മാഷ് വരുമ്പോൾ, നിന്നെ കാണാതെ പോകേണ്ടി വരുമല്ലോ എന്നാണ് ഞാൻ കരുതിയത്. നിനക്ക് പനിയും തലവേദനയൊക്കെ അല്ലേ സുധാകര, നിനക്ക് കുറച്ച് ദിവസമെങ്കിലും ഇവിടെ റെസ്റ്റ് എടുത്തൂടെ, നീ എന്തിനാ ഇപ്പോൾ പറമ്പിലൊക്കെ പോകാൻ നിൽക്കുന്നത് എന്ന് പറയട്ടോ. മോൾ എന്തേന്ന് ചോദിക്കും കേട്ടോ. മോള് അപ്പുറത്തെ കൂട്ടുകാരികളായിട്ട് കളിക്കാൻ പോയെന്ന് പറയും. അങ്ങനെ അച്ഛമ്മ പോകും കേട്ടോ. അച്ഛമ്മ പോയി കഴിയുമ്പോൾ വേദ അമ്മയുടെ അടുത്ത് വന്നിട്ട്, അമ്മേ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇറങ്ങാണ് കേട്ടോ അമ്മയെന്ന് പറയാൻ കേട്ടോ. കമലാമ്മ അവിടെ നിന്നിട്ട് പെട്ടെന്ന് തന്നെ വേദന നോക്കുകയാണ് കേട്ടോ. കണ്ണീരോട് കൂടിയിട്ട് വേദന നോക്കുകയാണേ. അപ്പോൾ ആർക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. കമലാമ്മ ആകെ ഞെട്ടി നിൽക്കുകയാണേ. പിന്നെ കാണിക്കുന്നത് പ്രമുവാണ് കേട്ടോ. അപ്പോൾ പ്രമോല് വേദ ബാഗൊക്കെ ആക്കിയിട്ട് വരികയാണ്. എന്നിട്ട് എല്ലാവരോടും കൂടി യാത്ര പറയുമ്പോൾ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, വിക്രമുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിലാണ് നീ ഇവിടെ നിന്ന് ഇറങ്ങുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എനിക്കറിയാം വേറെ എന്തോ ഒരു പ്രശ്നം ഇതിൻ്റെ പിന്നിലുണ്ട്. നീ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉറച്ചതായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നീ എടുത്ത തീരുമാനത്തിൻ്റെ പിന്നിലുള്ള കാര്യം ഒരിക്കലും ഞാൻ അറിയും. അന്ന് ഞാൻ നിന്നെ ഒന്നും കൂടെ കാണാൻ വരും എന്ന് പറയാണ്. നീ എവിടെയായിരുന്നാലും നിന്നെ ഞാൻ അവിടെ വന്ന് കാണുന്നു അച്ഛൻ പറയാണ് കേട്ടോ വേദനോട്. വേദയാണെന്നുണ്ടെങ്കിൽ സങ്കടത്തോട് കൂടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് കമലാമ്മ പൊട്ടി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. വേദയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോവുകയാണ്. എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. മറ്റുള്ളവരൊക്കെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ വേദ പോകുന്നത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം ആണ് വിക്രം വരുന്നത് കാണിക്കുന്നത് കേട്ടോ. വേദ ഇല്ലാത്ത വീട്ടിലേക്കാണ് വിക്രം വരുന്നത് എന്നുള്ളതൊന്നും വിക്രം അറിയുന്നില്ല. അപ്പോൾ വിക്രം മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ഭാഗം കൂടിയിട്ട് പ്രമോല് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലും പ്രമോല ഭാഗങ്ങൾ ഇതൊക്കെ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.